നമസ്കാരം. നൈന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ചോറ് കഴിക്കാൻ ഈ ഒരു ചമ്മന്തി മാത്രം മതിയാവും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല സ്വാദുള്ള ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു അരമുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വലിയൊരു നെല്ലിക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ ഉള്ളത് കാന്താരി മുളകാണ്. ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് അരയ്ക്കാം. എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത് ഉള്ളി ചേർത്തില്ല എന്ന്. ഇതിൽ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഈ ചമ്മന്തിക്ക് നല്ലോണം അരയേണ്ട ആവശ്യമില്ല. അസലൊരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി മറക്കാണ്ട് ഒന്ന് പ്രസ് ചെയ്തോളൂ. കാന്താരി മുളകിൻ്റെയും കരിവേപ്പിൻ്റെ ഇലയുടെയൊക്കെ നല്ല മണവും സ്വാദൊക്കെയുള്ള അടിപൊളി ചമ്മന്തിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്കും ഷെയറും ചെയ്തോളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.